രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധം ഘടിപ്പിച്ച് പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസ് ഇന്ന് ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ പോവുകയാണ്. രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ ചേരുന്ന നേതൃയോഗത്തിലും രാഹുലിന്റെ അറസ്റ്റ് ചർച്ചയാകും. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ പല വഴിക്കുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും കടക്കുമ്പോൾ ഇന്ന് സംസ്ഥാനം കാണാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും? ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പല അജണ്ടകളുണ്ട്. ഈ പറയുന്ന ഒരു സമരാഗ്നി എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന പര്യടനം കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അതിന് പിന്നാലെ യു ഡി എഫിന്റെ ഒരു സംസ്ഥാന പര്യടനം കൂടി ആലോചിക്കുന്നു. അത് സംബന്ധിച്ച വിഷയത്തിൽ, അതിന്റെ തീയതി അടക്കം സംബന്ധിച്ച വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ രാഹുലിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള സമരപരിപാടികൾ തുടർന്നുണ്ടാകണം എന്ന കാര്യത്തിലുള്ള ആലോചന നടക്കുക. ആ കേസിൽ, രാഹുൽ അറസ്റ്റിലായ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി, മൂന്നാം പ്രതി എന്നിവർ രണ്ട് MLA-മാരാണ്, ഷാഫി പറമ്പിലും എം വിൻസെന്റും. അതിനാൽ തന്നെ ആ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് UDF-ന്റെ പൊതുവെയുള്ള വികാരം. ആ വിഷയത്തിലുള്ള ചർച്ചകൾ വിശദമായി തന്നെ നടക്കും. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ള നിലയിലാണ് അതിനെ UDF കാണുന്നത്. ആ വിഷയത്തിൽ വിശദമായ ചർച്ചയുണ്ടാകും. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ലീഗിന് അധിക സീറ്റ് സംബന്ധിച്ച വിഷയം ലീഗ് ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഇന്ന് കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ UDF യോഗത്തിൽ ഇന്ന് ലീഗ് ആ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യും. പക്ഷേ അങ്ങനെ പൊടുന്നനെ ആ വിഷയം ഉന്നയിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ലീഗിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ചർച്ചകളും മറ്റുമൊക്കെ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ തീരുമാനം ഇന്നെന്തായാലും UDF യോഗത്തെ അറിയിക്കുന്നുണ്ട്. വൈകുന്നേരം UDYF-ന്റെ യോഗവും ചേരുന്നുണ്ട്. പ്രതിപക്ഷ യുവജന കൂട്ടായ്മയായി UDYF-ന്റെ യോഗവും ചേരുന്നുണ്ട്. ആ യോഗത്തിലാകും രാഹുലിന്റെ അറസ്റ്റുമായി പ്രതിഷേധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എപ്പോഴാണ് സമരം ഉണ്ടാകാൻ പോകുന്നത്? അതിനുശേഷം ഇന്ന് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷൻ വളയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അക്രമാസക്തമാകാനുള്ള സാധ്യതയുണ്ടോ? ഇന്നലെ രാഹുലിന്റെ അറസ്റ്റ് നടന്നപ്പോൾ മുതൽ പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലുടനീളം വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധ പരിപാടികളിൽ പലതും സംഘർഷത്തിൽ കലാശിച്ചതും കണ്ടതാണ്. സ്വാഭാവികമായും ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന മാർച്ച് അക്രമാസക്തമാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലാണ്. അതും അവരുടെ ആരോപണപ്രകാരം നിയമവിരുദ്ധമായ ഒരു അറസ്റ്റ് എന്നുള്ള നിലയിലാണ് UDF അതിനെ കാണുന്നത്, കോൺഗ്രസ് അതിനെ കാണുന്നത്, യൂത്ത് കോൺഗ്രസ് കാണുന്നത്. ഇന്നലെ കോടതിയിൽ നിന്നും റിമാൻഡ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പോലും പോലീസ് വാഹനം അടക്കം തടഞ്ഞു നിർത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. പോലീസ് വാഹനത്തിൽ അടക്കം പ്രവർത്തകർ അടിക്കുന്നതും മറ്റുമൊക്കെ കണ്ടതാണ്. പിന്നീട് ജനറൽ ആശുപത്രിയിലും സംഘർഷമുണ്ടായി, പൂജപ്പുര ജയിലിന് മുന്നിൽ സംഘർഷമുണ്ടായി. അങ്ങനെ പലയിടങ്ങളിലായി ഇന്നലെ സംഘർഷമുണ്ടായതാണ്. അതിനാൽ തന്നെ തിരുവനന്തപുരത്തെ മാർച്ച് അക്രമാസക്തമാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ഇതിനു മുൻപ് നടന്ന സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് അക്രമാസക്തമായ കേസിലാണ് സംസ്ഥാന അധ്യക്ഷനടക്കം ഇപ്പോൾ റിമാൻഡിൽ പോയിരിക്കുന്നത്. ആ കേസിൽ മറ്റു പലരും നേരത്തെ അറസ്റ്റിലായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അകാരണമായ അറസ്റ്റ് ഉണ്ടായി. രാവിലെ വീട്ടിൽ കയറി 5 മണിക്കൊക്കെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന കുറ്റം. അതിനാൽ തന്നെ ഇവർ ആരോപിക്കുന്നത് ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന മാർച്ച് 12 മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നതെങ്കിൽ കുറച്ച് വൈകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അതനുസരിച്ച് വലിയ പ്രവർത്തക പങ്കാളിത്തത്തോടെയുള്ള ഒരു മാർച്ചാണ് അവർ ആലോചിക്കുന്നത്. സ്വാഭാവികമായും അത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുമുണ്ട്. പ്രതീക്ഷ. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.